മലപ്പുറം വളാഞ്ചേരിയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം. വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ പരാഗ് ഷോപ്പിന് സമീപം വെള്ളിയാഴ്ച രാത്രിയാണ് അതിക്രമം ഉണ്ടായത്. ഭിന്നശേഷിക്കാരനായ യാസർ അറഫാത്ത് സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തി ലഹരി സംഘം ആക്രമണം നടത്തുകയായിരുന്നു. വളാഞ്ചേരി മേഖലയിൽ ലഹരി കൊട്ടേഷൻ മാഫിയകൾ പിടിമുറുക്കുകയാണെന്ന പരാതികൾക്കിടയിലാണ് ഈ സംഭവം കൂടെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ പോണ സമയത്ത് രണ്ട് പയ്യന്മാർ മുന്നിൽ കൂടി നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓണടിച്ചു. ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണല്ലോ ഓണടിക്കുന്നത് വാഹനത്തിൻ്റെ. ഓണടിച്ച സമയത്ത് ഇവൻ മാറാതെ എന്നോട് ആക്രോശിക്കുക ചെയ്തത്. വീണ്ടും ഞാൻ മുന്നോട്ട് പോകണം. അപ്പോൾ ക്യാമ്പസിൻ്റെ ഏകദേശം മുന്നിൽ എത്തിയിട്ടുണ്ട്. വീണ്ടും അവിടെ എത്തിയപ്പോൾ ഇവൻ എന്ത് ചെയ്തു, നേരെ ആ ക്യാമ്പസിൻ്റെ അവിടെ എത്തിയപ്പോൾ ആക്രോശത്തോടു കൂടി ഒരു അക്രമകാരിയായിട്ട് എൻ്റെ മുന്നിൽ വന്നപ്പോൾ കല്ലൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്തു, വണ്ടി റിവേഴ്സ് എടുക്കണം ബാക്കിലേക്ക്. എൻ്റെ ഒരു ഭയമുണ്ട്, ഞാൻ ഒറ്റക്കാണല്ലോ വണ്ടിയിൽ. പിന്നെ അവൻ നേരെ തിരിച്ച് വന്ന് ലെഫ്റ്റ് സൈഡിലെ ഡോറ് ഇടിക്കുകയാണ്. ഇടിച്ചപ്പോൾ ഞാൻ എന്താ വിഷയം എന്ന് ചോദിച്ച സമയത്തേക്ക് അവൻ്റെ കോളറിനും ഇവിടെ ഇടിക്കാനും കോളറിനും പിടിക്കാനും ശ്രമിക്കുക. വെള്ളിയാഴ്ച രാത്രി 11:30 വളാഞ്ചേരി കോഴിക്കോട് റോഡിലെ പരാഗ് ഷോപ്പിന് സമീപം ഇടുങ്ങിയ ഭാഗത്തുകൂടി യാസർ അറഫാത്ത് കാർ ഓടിച്ചു പോകുമ്പോഴാണ് സംഭവം. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന 2 യുവാക്കളോട് യാസർ വഴിമാറാൻ ആവശ്യപ്പെട്ടു. ഇതോടെ യുവാക്കൾ അക്രമാസക്തരാവുകയായിരുന്നു. തുടർന്ന് കാറിന് മുന്നിലേക്ക് കയറി നിന്ന യുവാക്കളുടെ അടുത്തുനിന്ന് വണ്ടി റിവേഴ്സ് എടുത്തു മാറ്റാൻ യാസർ ശ്രമിച്ചു. ഈ സമയം അക്രമികളിലൊരാൾ കാറിന്റെ ഇടതുവശത്തെ ഡോറിലിടിക്കുകയും വാഹനത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. രണ്ടാമത്തെയാൾ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗത്തേക്ക് വന്ന് ചാവി ബലമായി ഊരിയെടുക്കുകയായിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ സമീപത്തെ ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും ചേർന്നാണ് അക്രമികളിൽ നിന്ന് യാസറിനെ രക്ഷപ്പെടുത്തിയത്. ഭയന്നുപോയ യാസറിനെ ഓട്ടോ തൊഴിലാളികൾ തന്നെയാണ് പിന്നീട് സുരക്ഷിതമായി വീട്ടിലെത്തിച്ചത്. സംഭവം അറിഞ്ഞ് വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും അക്രമികൾ കടന്നുകളഞ്ഞിരുന്നു. സ്പെയർ കീ ഉപയോഗിച്ചാണ് യാസറിന്റെ വാഹനം വീട്ടിലെത്തിച്ചത്. വളാഞ്ചേരി മേഖലയിൽ ലഹരി മാഫിയ പിടിമുറുക്കി കഴിഞ്ഞെന്നും കൊട്ടേഷൻ ടീമുകളെ പോലെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നും യാസർ പറയുന്നു. ഇയാളപ്പത്തിന് വേറൊരാൾ വലിച്ചുകൊണ്ടേ ഞാൻ ഈ ചാവി ഊരിയ ആളോട് എൻ്റെ വണ്ടിക്ക് മുന്നോട്ട് പോകണമല്ലോ, ചാവില്ല. ഞാനൊരു ഭിന്നശേഷിക്കാരനും കൂടി ആയതുകൊണ്ട് ഈ വാഹനം ഉപയോഗിക്കുന്ന ഒരാൾ എന്നുള്ളതുകൊണ്ട് എനിക്ക് ചാവില്ല. അപ്പോഴേക്ക് ഓട്ടോ തൊഴിലാളികളായ ആളുകൾ വന്നു. ആ ആളുകളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, നാട്ടുകാരിറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഒരു ഓട്ടോ തൊഴിലാളിയാണ് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയത്. തന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയ ലഹരി സംഘത്തിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് യാസറിന്റെ തീരുമാനം. വളാഞ്ചേരിയിൽ സമാനമായ പല വലിയ കേസുകളിലും ഉൾപ്പെട്ട പ്രതികൾ സ്വൈര്യവിഹാരം നടത്തുന്നുണ്ടെന്നും ഇതിന് കടിഞ്ഞാണിടേണ്ടത് പൊതുസമൂഹത്തിന്റെയും നിയമ സംവിധാനത്തിന്റെയും ആവശ്യമാണെന്നും അതിക്രമത്തിനിരയായ യാസർ അറഫാത്ത് പറയുന്നു. ന്യൂസ് മലയാളം, മലപ്പുറം.